ഈ ലോകത്ത് ഏറ്റവും മാരകമായിട്ടുള്ള വെപ്പണും അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള വെപ്പണും ഏറ്റവും സമാധാനമായിട്ടുള്ള വെപ്പണും എല്ലാം ഒന്ന് തന്നെയാണ് നമ്മുടെ പ്രണയം. നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണോ, ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലം എങ്ങനെയാണോ, അതിനനുസരിച്ചിരിക്കും അതിൻ്റെ കോൺസിക്വൻസസ് വരുന്നത്. തിരിച്ച് നമുക്ക് അനുഭവിക്കേണ്ടത്, നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് അയാൾ അക്യുറേറ്റായിട്ട് നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്ന ആളല്ലെങ്കിൽ അവിടെ നമുക്ക് തിരിച്ച് നമ്മളൊരു മിററിലേക്ക് അമ്പ് ചെയ്യുന്നത് പോലെയാണ്. ആ മിറർ അതുപോലെ അടിച്ച് തിരിച്ച് നമ്മൾ തന്നെ വരും, നമ്മളുടെ ഹൃദയത്തിൽ കുത്തിക്കയറാൻ വേണ്ടി. അപ്പം നമ്മൾ പ്രണയിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരാളുടെ മനസ്സ് ഒരിക്കലും നമുക്ക് പറയാമെന്നല്ലാതെ ഒരാളുടെ മനസ്സ് നമുക്ക് ഒരിക്കലും 100% ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇനി ഒരു നാളിൽ ഒരു മെഷീൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെഷീനായിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രണയം ഇല്ലാതെയാവും എന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രണയിക്കാൻ ഒരുപാട് ക്രൈറ്റീരിയസൊക്കെ നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാവരും ഓരോ ക്രൈറ്റീരിയസൊക്കെ വെക്കാറുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള ആളെ സ്നേഹിക്കുന്നുള്ളൂ. പക്ഷേ ആ ക്രൈറ്റീരിയസൊക്കെ നമ്മളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. നമ്മളൊരു മിററിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മിറർ അടിച്ച് തിരിച്ച് നമ്മളിൽ തന്നെ വരുന്നത്. ഒരിക്കലും ആ വ്യക്തിയിൽ അല്ലെങ്കിൽ 100% ആ വ്യക്തിയിൽ പ്രതിഫലിക്കത്തില്ലെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നല്ല ഒരു പ്രണയം ഉണ്ടാവുന്നത് രണ്ടുപേരും ഒരേ രീതി, ഒരേ ഐക്യുവിൽ തന്നെ ആ രണ്ട് പ്രണയം അല്ലെങ്കിൽ ഒരു ടിൻ ഫ്ലെയിം എന്നുള്ളൊരു കണക്ഷൻ്റെ ലെവലിൽ നിൽക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അങ്ങനെ അത്രയും ദിവ്യത തോന്നണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ അനുഭവങ്ങളുള്ള രണ്ട് പേരാണെങ്കിൽ മാത്രമേ അങ്ങനെ അത്രയും